ഹലോ ഗൈസ്, ടെക് ടോക്കിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ ഞാൻ പോക്കോ M2ന്റെ ഫസ്റ്റ് ഇംപ്രഷൻ ആണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഒട്ടും സമയം കളയാതെ തന്നെ നേരിട്ട് വീഡിയോയിലോട്ട് പോകാം. അപ്പം ആദ്യം തന്നെ നമുക്ക് ഇത് ഞാൻ 5 ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഡിസൈൻ ആൻഡ് ബിൽഡ് ക്വാളിറ്റി, സെക്കൻഡ് എന്ന് പറയുന്നത് ഇതിന്റെ ഡിസ്പ്ലേ, തേർഡ് ഇതിന്റെ ക്യാമറ, ഫോർത്ത് ഇതിന്റെ സ്പെക്സ് ആൻഡ് പെർഫോമൻസ്, പിന്നെ ഫിഫ്ത് വൺ എന്ന് പറയുന്നത് ഇതിന്റെ ബാറ്ററി. അപ്പൊ ഫസ്റ്റ് വൺ നമുക്ക് ഡിസൈനിലോട്ട് പോകാം. എന്ന് പറയുന്ന ഒരു ലൈറ്റ് വെയിറ്റും അത്യാവശ്യം നല്ല സ്ലീക്ക് ആയിട്ടുള്ള ഒരു ഡിസൈനിലാണ് പോക്കോ M2 വരുന്നത്. ഇത് 3 കളർ വേരിയന്റിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്: ബ്ലൂ, ബ്ലാക്ക് ആൻഡ് റെഡ് കളർ. എന്റെ കയ്യിലിരിക്കുന്ന ഇതിന്റെ ബ്ലൂ വേരിയന്റ് ആണ്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ഫിനിഷ് ആണ് ഇതിന്റെ അത് കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ ബാക്ക് സൈഡ് എന്ന് പറയുന്നത് പ്ലാസ്റ്റിക് ആണ്, എങ്കിലും ഇതിന്റെ ഈ ഒരു ഡ്യുവൽ ടോൺ ഫിനിഷ്, ഇതിന്റെ താഴത്തെ ഭാഗം എന്ന് പറയുന്നത് മാറ്റും, ഇതിന്റെ മുകളിൽ എന്ന് പറയുന്നത് ഒരു ഗ്ലോസി ഫിനിഷും ആണ്. ഇത് ദൂരെ നോക്കിക്കഴിഞ്ഞാൽ ഇത് പ്ലാസ്റ്റിക് ആണെന്ന് ആർക്കും തന്നെ പറയാൻ പറ്റില്ല. പിന്നെ നമ്മൾ കയ്യിലിരിക്കുമ്പോൾ മാത്രം നമുക്ക് ആ ഒരു പ്ലാസ്റ്റിക്കിന്റെ ആ ഒരു ക്വാളിറ്റിയിൽ ഒരു കുറവ് ഫീൽ ചെയ്യും. എങ്കിലും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അവർ ചില കാര്യങ്ങളൊക്കെ കുറയ്ക്കേണ്ടി വരും. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഇതൊരു പോരായ്മയല്ല. ഇതിന്റെ കളർ എന്ന് പറയുന്നത് നല്ല അടിപൊളി കളറാണ്, ബ്ലൂ. എനിക്ക് തോന്നുന്നു ഞാൻ ബ്ലാക്ക് ആണ് ഓർഡർ ചെയ്യാനായിട്ട് പോയത്, പക്ഷെ ആ ഒരു സമയത്ത് ബ്ലൂ ആയിരുന്നു അവൈലബിൾ ആയിട്ടുള്ളത്. എങ്കിലും എനിക്ക് ബ്ലൂ കളർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പൊ നമുക്ക് ബാക്കി കാര്യങ്ങളോട്ട് പോകാം. നമുക്ക് ഈ സൈഡിലാണ് ഓൺ ഓഫ് ബട്ടൺ കിട്ടുന്നത്, അതേ സൈഡിൽ തന്നെയാണ് വോളിയം അപ്പ് ആൻഡ് ഡൗൺ. പിന്നെ നമുക്ക് മുകളിലായിട്ട് നമുക്ക് ഒരു IR ബ്ലാസ്റ്റർ കിട്ടുന്നുണ്ട്. അപ്പൊ നമുക്ക് കടയിലൊക്കെ ചെല്ലുമ്പോൾ ചാനൽ മാറ്റാനും TV ഓഫ് ആക്കാനും അതുപോലെ തന്നെ AC ഒക്കെ കൺട്രോൾ ചെയ്യാനും പറ്റും. അതിനോടൊപ്പം തന്നെ ഒരു മൈക്കിംഗ് ലഭിക്കുന്നു. പിന്നെ ഇതിന്റെ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് സിം ട്രേ കാണാൻ പറ്റും. ഇത് ട്രിപ്പിൾ സ്ലോട്ട് ആണ്. പിന്നെ നമുക്ക് താഴെ ഹെഡ്ഫോൺ ജാക്ക്, ടൈപ്പ് C പോർട്ട്, പിന്നെ ഒരു മൈക്ക്, പിന്നെ ഒരു സിംഗിൾ സ്പീക്കർ. ഈ സ്പീക്കറിന്റെ കാര്യം ഇപ്പൊ തന്നെ പറയുവാണെങ്കിൽ അത്യാവശ്യം നല്ല ലൗഡ് ആയിട്ടുള്ള സ്പീക്കറാണ്. ഫസ്റ്റ് ഇംപ്രഷൻ തന്നെ അത്യാവശ്യം നല്ല ലൗഡ് ആയിട്ടുള്ള സ്പീക്കറാണ്. പിന്നെ നമുക്ക് ടോപ്പ് സൈഡിൽ ഒരു ഇയർ പീസ് ലഭിക്കുന്നു. ഇനി അടുത്തതായിട്ട് ഇതിന്റെ ഡിസ്പ്ലേയിലോട്ട് പോവുകയാണെങ്കിൽ ഒരു 6.53 ഇഞ്ചിന്റെ ഫുൾ HD+ നോച്ച് ഡിസ്പ്ലേ ആണ്. ഫുൾ HD+ ഡിസ്പ്ലേ പോക്കോ M2 മാത്രമേ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് ലഭിക്കുന്നുള്ളൂ. അത്യാവശ്യം നല്ല ബ്രൈറ്റ്നെസ്സോട് കൂടിയിട്ടുള്ള ഡിസ്പ്ലേയും, പുറത്ത് യൂസ് ചെയ്യുമ്പോൾ ഒരു കുഴപ്പമില്ല. അത്യാവശ്യം നല്ല രീതിയിലുള്ള ബ്രൈറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ്. ഇത് വരുന്നത് കോർണിംഗ് ഗൊറില്ല ഗ്ലാസ് 3 പ്രൊട്ടക്ഷനോട് കൂടിയിട്ടാണ്. അപ്പം അത്യാവശ്യം നല്ല സ്ക്രാച്ച് റെസിസ്റ്റന്റും അതുപോലെ ഡ്രോപ്പ് റെസിസ്റ്റന്റും ആയിരിക്കും. പിന്നെ ഇതിനൊരു സ്ക്രീൻ ഗാർഡ് പ്രീ അപ്ലൈഡ് ആയിട്ട് വന്നിട്ടുണ്ട്. ഫസ്റ്റ് ഇംപ്രഷൻ വെച്ച് നോക്കുമ്പോൾ ഇതിന്റെ വ്യൂയിങ് ആംഗിൾ ഒക്കെ കൊള്ളാം. അത്യാവശ്യം നല്ല രീതിയിലുള്ള വ്യൂയിങ് ആംഗിളും ഇതിന്റെ അകത്ത് നിന്ന് ലഭിക്കുന്നുണ്ട്. അടുത്തായിട്ട് നമുക്ക് ഇതിന്റെ ക്യാമറയിലോട്ട് പോകാം. ഇതിന്റെ അകത്ത് കൊടുത്തിരിക്കുന്നത് AI ക്വാഡ് ക്യാമറയാണ്. 13 MB മെയിൻ സെൻസർ, 8 MB ഒരു അൾട്രാ വൈഡ്, പിന്നെ 5 MB ഒരു മാക്രോ ക്യാമറ, പിന്നെ 2 MB ഒരു ഡെപ്ത് സെൻസർ. പിന്നെ ഇതിന്റെ കൂടെ തന്നെയാണ് നമുക്ക് ഈ ഫിംഗർ പ്രിന്റും വന്നിരിക്കുന്നത്. അത്യാവശ്യം ഫാസ്റ്റ് ആയിട്ടുള്ള ഫിംഗർ പ്രിന്റ് ആണ്. അപ്പൊ ക്യാമറയുടെ കാര്യത്തിലോട്ട് പോകാം. 13 MB ക്യാമറയിൽ നിന്ന് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഫോട്ടോസ് എടുക്കാൻ പറ്റുന്നുണ്ട്. ക്യാമറയുടെ കൂടുതൽ ഡീറ്റെയിൽസുമായിട്ടുള്ള ഒരു റിവ്യൂ ഒരാഴ്ചക്കുള്ളിൽ തന്നെ വരുന്നുണ്ട്. ഇതിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫീച്ചർ എന്ന് പറയുന്നത് ഇതിന്റെ എല്ലാ ക്യാമറയിലും, അതായത് അൾട്രാവൈഡ്, മെയിൻ ക്യാമറ, അൾട്രാവൈഡ്, അതുപോലെ തന്നെ മാക്രോ ക്യാമറ, എല്ലാ ക്യാമറയിലും നമുക്ക് വീഡിയോസ് റെക്കോർഡ് ചെയ്യാൻ പറ്റും. അതും 1080p വീഡിയോസ്, 30 FPS വീഡിയോസ് നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റും. അത് എനിക്കൊരു മെയിൻ ഫീച്ചർ ആയിട്ട് തന്നെ തോന്നുന്നു. പിന്നെ ഇതിന്റെ ഫ്രണ്ട് ക്യാമറ എന്ന് പറയുന്നത് 8 MB ഒരു ക്യാമറയാണ്. അത്യാവശ്യം നല്ല രീതിയിലുള്ള സെൽഫീസും ഒക്കെ നമുക്ക് ഇതിന്റെ അകത്ത് എടുക്കാൻ പറ്റും. ഇതിന്റെ പെർഫോമൻസ് നോക്കുവാണെങ്കിൽ നമുക്ക് LPDDR4ന്റെ 6GB റാം ആണ് ഇതിന്റെ അകത്ത് ലഭിക്കുന്നത്. അപ്പം 6GB റാം ലഭിക്കുന്ന ഏക ഫോണും ഇത് തന്നെയാണ്. ഒരു 11 രൂപയിൽ താഴെ നമുക്ക് 6GB റാം ലഭിക്കുന്ന ഏക ഫോൺ പോക്കോ M2 ആണ്. 6GB റാം ആണ് ഇതിന്റെ അകത്തെ ബേസ് വേരിയന്റ് എല്ലാം തന്നെ ലഭിക്കുന്നത്. പിന്നെ 64 ഇന്റേണലും അതുപോലെ തന്നെ 128 ഇന്റേണലും ഉണ്ട്. അത്യാവശ്യം നല്ല പെർഫോമൻസും മൾട്ടി ടാസ്കിംഗും കേപ്പബിൾ ആയിട്ടുള്ള സ്മാർട്ട് ഫോൺ ആണിത്. മീഡിയാടെക്കിന്റെ ഹീലിയോ G80 പ്രോസസർ ആണ്. ഒരു 12 നാനോമീറ്റർ പ്രോസസർ ആണ് ഇത്. അടുത്തതായിട്ട് ഇതിന്റെ ബാറ്ററിയിലോട്ട് പോവുകയാണെങ്കിൽ 5000 mAh ബാറ്ററിയാണ്. 5000 mAh ബാറ്ററി ആണെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞു ഇത് അത്യാവശ്യം ലൈറ്റ് വെയിറ്റ് ആയിട്ട് തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. 26 ദിവസം സ്റ്റാൻഡ് ബൈ ടൈമും, പിന്നെ 25 മണിക്കൂർ വീഡിയോ പ്ലേ ബാക്കും, 12 മണിക്കൂർ ഗെയിമിംഗും ആണ് കമ്പനി വാഗ്ദാനം ചെയ്യുന്നത്. 18 വാട്ട് ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടാണ്. പക്ഷെ നമുക്ക് ഇൻ ദ ബോക്സ് 10 വാട്ടിന്റെ ചാർജർ ലഭിക്കുന്നുള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ ടെക് ഡോക് ഫാമിലിയുടെ ഒരു മെമ്പർ ആകുക. പിന്നെ നിങ്ങൾ അതിന്റെ അപ്പുറത്ത് ഒരു ബെല്ലൈക്കൺ കൂടി ഉണ്ട്, അതും കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ കുറിക്കുക.